കരാറില്ലെന്ന KMML വീണ്ടും. തോട്ടപ്പള്ളി കരിമണൽ ഖനനം ഹർജി ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കവെയാണ് KMMLന്റെ വിശദീകരണം. തോട്ടപ്പള്ളി മണൽ ഖനനവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളാണ് ലോകായുക്ത ഉന്നയിച്ചത്. ശാലിനി നൽകും കൂടുതൽ വിവരങ്ങൾ. ശാലിനി, വിശദാംശങ്ങൾ. CMRL-മായി കരാറിനില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ KMML-ന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് തോട്ടപ്പള്ളി മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേസ് ലോകായുക്തയുടെ പരിധിയിൽ വരുമ്പോഴാണ്, ലോകായുക്തയിൽ ഈ കേസ് ഹർജിയായി എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ലോകായുക്തയുടെ ഭാഗത്തു നിന്ന് ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. CMRL മണൽ കടത്തിയതിന് തെളിവ് എന്താണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. വലിയ രീതിയിൽ CMRL-ഉം KMML-ഉം ഒക്കെ തന്നെ വിമർശനത്തിന്റെ നീളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലൊക്കെ തന്നെ ആരോപണങ്ങളും അന്വേഷണങ്ങളും തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ CMRL മണൽ കടത്തിയതിന് തെളിവ് എന്ത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ലോകായുക്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തോട്ടപ്പള്ളി കരിമണൽ ഖനനം ഹർജി പരിഗണിക്കവെയാണ് ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 99 കോടിയോളം രൂപയുടെ കരിമണൽ അനധികൃതമായി CMRL കടത്തിയെന്നാണ് പരാതി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ചോദ്യം ഇവരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ലോകായുക്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, തോട്ടപ്പള്ളിയിൽ നിന്ന് 10 ലക്ഷത്തോളം ടൺ മണൽ CMRL കടത്തിയെന്ന ഹർജിയിൽ ആരോപണമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് CMRL വലിയ രീതിയിൽ ആരോപണ വിധേയമായി നിൽക്കുമ്പോഴാണ് CMRL-നെ വെള്ളപൂശുന്ന രീതിയിലുള്ള ഒരു ചോദ്യം ലോകായുക്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഈ കരിമണൽ എടുക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യം. ഒപ്പം തന്നെ KMML-ന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വാദമാണ് ഇന്ന് നടന്നുകൊണ്ടിരുന്നത്. ഈ വാദത്തിനിടയിലാണ് ലോകായുക്ത ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഈ കേസ് വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. മത്സ്യബന്ധന തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് S. സിദിലാലാണ് ഇത്തരത്തിലൊരു പരാതി ലോകായുക്തയുടെ മുൻപാകെ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. കേസാണിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ KMML-ന്റെ ഭാഗത്തു നിന്നുമുള്ള വാദം തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഒപ്പം തന്നെ ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദ് എന്നിവരാണ് ഈ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിലുള്ളത്. വാദം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ വരും ദിവസങ്ങളിൽ CMML-നെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശരി, ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.